ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് സെല്ല് എന്നും എന്തൊക്കെയാണ് സെല്ലിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സെൽ ഓർഗനലൈസ് എന്നാണ്. ബിറ്റ്വീൻ സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ ന്യൂക്ലിയസ് നമുക്കൊരുപാട് സ്മോൾ പാർട്ടിക്കിൾസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പോർഷൻസ് കാണാൻ പറ്റും. ഇത് നമ്മൾ നോർമലി വിളിക്കുന്ന പേരാണെന്ത്? സെൽ ഓർഗനലൈസ് എന്ന്. നമ്മളൊരു സെല്ലിൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻസാണ് കാണാൻ പറ്റുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് സെൽ മെംബ്രെയിൻ, ഏറ്റവും ഔട്ടർ കവറിങ് ആയിട്ട് സെൽ മെംബ്രെയിനും ഇന്നർ ന്യൂക്ലിയസും കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൽ നമ്മുടെ പുഡിങ്സിൽ നമ്മുടെ ചെറീസൊക്കെ വിതറിയിട്ട മാതിരി ഒരുപാട് സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് സെൽ ഓർഗനലൈസ്. ഓരോ സെൽ ഓർഗനലൈസിനും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ സെല്ലിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഈ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് ഗോൾഗി അപ്പാരറ്റസ്. ഇതിന് തന്നെ രണ്ട് പോർഷൻസ് ഉണ്ട്, ഒന്ന് സിസ് ഫേസും ഒന്ന് ട്രാൻസ് ഫേസും. ഇന്നർ പോർഷൻസ് നമ്മൾ പറയുന്നതാണ് സിസ് ഫേസ് ആൻഡ് ഔട്ടർ പോർഷൻസ് നമ്മൾ പറയുന്നതാണ് ട്രാൻസ് ഫേസ്. ഈ ഒരു പോർഷൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് ആണ് ആൻഡ് അതിൻ്റെ പാക്കേജിങ്. ഇത് രണ്ടുമാണ് ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്, കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് ആൻഡ് പാക്കേജിങ്. ഇനി ഒരുപാട് സ്റ്റിക്ക് ലൈക്ക് സബ്സ്റ്റൻസസ് ഇങ്ങനെ കൂടിച്ചേർന്ന് കണക്റ്റഡായിട്ട് കാണുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിയോൾസ്. ഈ സെൻട്രിയോൾസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സെൽ ഡിവിഷൻ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും, മൈറ്റോസിസ്, മിയോസിസ്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രിയോൾസിൻ്റെ ഫങ്ഷൻസ്. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് വലിയൊരു ഫങ്ഷൻ നമ്മുടെ സെൽസിൽ ഉണ്ട്. ലിപ്പിഡ് സിന്തസിസ്, അതേമാതിരി ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്, പോയ്സൺസ്, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, കാൽസ്യം അയൺ സ്റ്റോറേജ്, ഇതൊക്കെ ഇതിന് ഫങ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ലിപ്പിഡ് ആൻഡ് സ്റ്റെറോയിഡ് സിന്തസിസ് ആണ്. സെല്ലുകളിൽ നമുക്ക് പൊതുവെ രണ്ട് ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലംസ് കാണാൻ പറ്റും. അതിലാദ്യത്തെ ടൈപ്പാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, രണ്ടാമത്തെ ടൈപ്പാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ വെച്ച് നോക്കുമ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫേസിലായിട്ട് നമുക്ക് റൈബോസോംസിനെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനൊരു റഫ് അപ്പിയറൻസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ്, ഫോൾഡിങ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഓഫ് പ്രോട്ടീൻസ്, ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ് ടു ദ ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് അതേമാതിരി മെംബ്രെയിൻ ബയോജെനിസിസ്. ഇതൊക്കെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫങ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചറാണ് ലൈസോസോംസ്. ലൈസോസോമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫങ്ഷൻ ഉണ്ട് സെൽസിൽ, ആൻഡ് ഇതൊരു സ്മോൾ ബോൾ ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, അതേമാതിരി ബ്രേക്ക് ഡൗൺ ഓഫ് മാക്രോ മോളിക്യൂൾസ്, പിന്നെ അതേമാതിരി ഡിഫെൻസ് മെക്കാനിസം. ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. സോ നമ്മളിതിനെ സൂയിസൈഡൽ ബാഗ്സ് എന്നുകൂടെ പറയാറുണ്ട്. ദെൻ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനിലെയാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ എനർജി ബാങ്ക് ആണെന്നാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈറ്റോകോൺട്രിയയെ പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് പറയാറുള്ളത്. നമ്മൾ പറഞ്ഞ മാതിരി ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ATP പ്രൊഡക്ഷനാണ്, എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെല്ലിൽ കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ന്യൂക്ലിയോലസ്. ഈ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ സെൻട്രൽ പോർഷനിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റൈബോസോമൽ RNA പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ നമ്മുടെ സെൽ ഡിവിഷൻ്റെ സമയത്തുണ്ടാവുന്ന ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യാനും കൂടി ഈ ന്യൂക്ലിയോലസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യാറുണ്ട്.
ഇത്രയും പോർഷൻസാണ് നമുക്ക് സെൽ ഓർഗനലൈസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി സെൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ നിങ്ങൾക്ക് പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.